നമ്മൾ ഈ റോഡിൽ പലപ്പോഴും സാഹസികത കാണിച്ച് പണി കിട്ടുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലേ? വാർത്തയായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നാലും അതിനെക്കുറിച്ച് യാതൊരു കാര്യവും ഉള്ളിൽ തോന്നാതെ വീണ്ടും സാഹസികത കാണിച്ച് പണി വാങ്ങിക്കുന്ന വേറെ ചില ആൾക്കാരും കൂടി നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അങ്ങനെയുള്ള ചിലരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ റോഡിലൊക്കെ ഈ സാഹസികത കാണിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതം കൂടി അപകടത്തിലാക്കുന്നു എന്നുള്ളതാണ് സത്യം. അതറിയാത്തവരുമല്ല നമ്മൾ. ഇപ്പോൾ പക്ഷേ പഴയതുപോലെയൊന്നുമല്ല. ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെയൊക്കെ വീഡിയോ എത്തുന്നതോടെ പോലീസും ഇതിന്റെ പിന്നാലെ കൂടാറുണ്ട്. പോലീസ് ആൾക്കാരെ പിടികൂടാറുമുണ്ട്. പൂനെയിൽ കാറിന് മുകളിലിരുന്ന് യാത്ര ചെയ്ത യുവാക്കളെ പോലീസ് പിടികൂടി എന്ന് മാത്രമല്ല, അതേക്കുറിച്ച് അവരുടെ വീഡിയോ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. അനഘ പ്രകാശാണ് നമ്മുടെ കൂടെയുള്ളത്. അനഘ, എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഓരോ സംഭവത്തെക്കുറിച്ച് എത്ര വാദോരാതെ പറഞ്ഞാലും മനസ്സിലാക്കാത്ത ചില ടീംസ് ഉണ്ടാകും. അതിലൊരു വിഭാഗത്തിൽ പെടുന്നവരാണ് ഈ റോഡിലൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. എങ്ങനെ പോയാലും അവർക്കറിയാം കാണിക്കുന്നത് ഇത് പണി കിട്ടുന്ന കാര്യമാണ്, എങ്ങനെയായാലും പിടി വീഴും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള അവബോധമൊക്കെ ഉണ്ടാകും. പക്ഷെ എന്തൊക്കെയോ ചെയ്തു പോകുന്നത്. ഇതിപ്പോൾ പൂനെ പോലീസിന്റെ വലയിലായി. കൃത്യമായൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് പോലീസ് പറഞ്ഞതല്ലേ? അതെ പൂജ, നമ്മുടെ നാട്ടിലെ കൃത്യമായ ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരു വലിയ തോതിൽ ഇത് പാലിക്കപ്പെടാതെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ലംഘിക്കുന്ന ഒരുപാട് പേരുള്ള നാടാണ് നമ്മുടേത്. ഒരിക്കലും അതൊരു അഭിമാനമല്ല, ശരിക്കും നമ്മളൊരു അപമാനമായി തന്നെ കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ ലംഘിക്കുന്നത് ഒരു കുസൃതിയായും അഭിമാനമായും ഒക്കെ കാണുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്, പ്രത്യേകിച്ചും യുവാക്കളാണ്. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള കുറച്ച് പേരെ പൂനെ പോലീസ് കൃത്യമായി പിടികൂടുകയും അവർക്ക് അതിനുള്ളൊരു സമ്മാനം കൊടുക്കുകയും ചെയ്തു. ആ സമ്മാനം എന്താണെന്നുള്ളത് പിന്നെ പറയാം. എന്തായാലും പുനെയിലാണ് ഇത് സംഭവം. പുനെയിൽ നിന്നൊരു 15 കിലോമീറ്റർ മാറി ഒരു കാറിൻ്റെ റൂഫ് തുറന്ന് അതിന് മേലെ കൂടി എണീറ്റ് ഏതാണ്ട് ഒരു നിൽക്കുന്ന പോലെ തന്നെ കാറിന് മുകളിൽ കൂടി നിന്നുകൊണ്ടാണ് ആ കാറ് സഞ്ചരിക്കുന്നത്. ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. പുനെ പോലീസ് ഇത് കൃത്യമായി നോട്ട് ചെയ്യുകയും ഇവർക്കൊരു കൊടുത്ത സമ്മാനം എന്താണെന്ന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അതുപോലെ ഈ വാഹനം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതെങ്ങനെയാണ് എല്ലാവരും അറിയുന്നത് എന്ന് വെച്ചാൽ പുനെ പോലീസ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ആദ്യം, അതായത് ഇതിൻ്റെ ഈ 2 ചിത്രങ്ങളും, ഇവരെ ഈ സഞ്ചരിക്കുന്ന ചിത്രവും അതുപോലെ ഇവരെ പിടിച്ചതിന് ശേഷമുള്ള ചിത്രവും കൊടുത്തിട്ട് പറയുന്നുണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നത് ഇങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രവും, വലതുവശത്ത് കാണുന്നത് ഞങ്ങൾ അവർക്ക് കൊടുത്ത സമ്മാനവും എന്നുള്ള ക്യാപ്ഷനോട് കൂടിയാണ് പോലീസ് അത് കൊടുക്കുന്നത്. സമ്മാനം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, ഈ വാഹനം പിടിച്ചെടുക്കുന്നു എന്നുള്ളത്. ശരിക്കും ഇത്തരത്തിൽ ഒരുപാട് നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഈ കാറിൻ്റെ റൂഫ് ടോപ്പിൽ മുകളിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളും റോഡിൽ കാണുന്ന സ്ഥിരം കാഴ്ചകളാണ്. ഇത് വളരെയധികം അപകടം പിടിച്ച ഒരു പ്രവണതയാണ്. ഇതിനെതിരെ ഇത്തരത്തിൽ കൂടെ പ്രതികരിച്ചാൽ മാത്രമേ കുറച്ചു പേർക്കെങ്കിലും ഒരു മാറ്റി ചിന്തിക്കാൻ തോന്നിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. മാത്രവുമല്ല, ഈ ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും അറിയുന്നില്ല. ഇതുപോലെ ഓരോ ഹീറോയിസം കാണിക്കാൻ എടുക്കുന്ന അപകടം പിടിച്ച വീഡിയോ മാത്രമാണ് വൈറലാകുന്നത്. അതിനിടയിൽ പോലീസ് ഇതിനെതിരെ നടപടിയെടുത്ത വീഡിയോയും കൂടി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ നിയമമുണ്ടെന്നും ആ നിയമം തെറ്റിച്ചാൽ പണി കിട്ടുമെന്ന് അറിയാത്ത ആൾക്കാരൊന്നുമല്ല നമ്മുടെ സമൂഹത്തിലുള്ളത്. പക്ഷെ അത് രാജ്യത്ത് എവിടെ നടന്നാലും, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് വാർത്ത പറയുമ്പോൾ ഈ കേരളത്തിൽ നടന്നാലും നിയമലംഘനം അത് മുന്നോട്ട് കൊണ്ടുപോയാൽ പണി കിട്ടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് റോഡിലൊക്കെ ഇങ്ങനെയുള്ള സാഹസികത കാണിച്ച് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഈ കാണുന്ന ആൾക്കാർ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ ആരും തന്നെ കൂടെ നിൽക്കില്ല എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. എല്ലാവർക്കും ഉള്ളൊരു പാഠം കൂടിയാണ്. ശരിയാണ്.